ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രസൻറ്റ് ഓർഡർ. ഈ വീഡിയോസിൽ മ്യൂസിക് ആഡ് ചെയ്യുന്നതുകൊണ്ട് 2 പ്രാവശ്യം എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതായിപ്പോയി, ബ്ലോക്കായിപ്പോയി. അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് പ്രാവശ്യം വോയിസ് മാത്രമുള്ള ഒരു വീഡിയോ ആയിരിക്കട്ടത്. ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ പോപ്സിക്കൽ സ്റ്റിക്ക് അല്ലെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റാർ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു സ്റ്റാറും കൂടി ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ ആ സ്റ്റാറിൻ്റെ വീഡിയോ ആണിത്. ഇതും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടിയ പേപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്കിതിന് 2 സ്ക്വയർ ഷീറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അതിപ്പോൾ സെയിം കളറാണെങ്കിലും ശരി, ഡിഫറെൻറ്റ് കളറാണെങ്കിലും ശരി. ഞാനിവിടെ ഡിഫറെൻറ്റ് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. റെഡും വൈറ്റുമാണ് എടുത്തിരിക്കുന്നത്. റെഡ് പ്രോപ്പർ റെഡ് അല്ല, ഒരു മെറൂൺ പിങ്ക് അങ്ങനത്തെ ഒരു റെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം എന്താ ചെയ്യുന്നത്, ഒരു സ്ക്വയർ പീസാണ് ആവശ്യം. ആ സ്ക്വയർ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. പിന്നെ നമ്മൾ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും അതേപോലെ തന്നെ ഡയഗണലിയും നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത് ഹൊറിസോണ്ടലിലും വെർട്ടിക്കലിലും ജസ്റ്റ് ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കണം. ആ കട്ട് വേറെ ഒന്നിനല്ല, ഈ സ്റ്റാർസിൻ്റെ കോൺ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിതിൽ കണ്ട പോലെ തന്നെ ഒരു സൈഡ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കോൺ ഷേപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ 4 സൈഡും അങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കൊരു 3D പോലത്തെ ഒരു സ്റ്റാർ കിട്ടും. പിന്നെയും സെയിം പ്രൊസീജിയർ മറ്റേ സ്ക്വയർ ഷീറ്റിലും റിപ്പീറ്റ് ചെയ്യാം. ഈ കോൺ ഷേപ്പിലാക്കുന്നത് സ്റ്റാറിൻ്റെ എല്ലാ അറ്റവും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സ് 2 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സ്റ്റാർസ് കിട്ടും. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നമുക്കിത് ലൈറ്റ് യൂസ് ചെയ്തിട്ടോ ലൈറ്റ് ഇല്ലാതെയോ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം കേട്ടോ. ക്രിസ്മസിന് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.